ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിട്ടുണ്ടാവും 2026 ജൂലൈയിലെ അഡ്മിഷൻ സൈക്കിൾ ഓപ്പൺ ആയിട്ടുള്ള കാര്യം. അപ്പോ ഈ അഡ്മിഷൻ സൈക്കിളില് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കാണുക. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പൊ ഈ ജൂലൈ സെഷനിലോട്ട് വരുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കോഴ്സിനെ പറ്റി നമുക്കൊരു അറിവുണ്ടായിരിക്കണം എന്നതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കോഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. എന്നാല് ചില കോഴ്സുകളുണ്ട് നമുക്ക് ആ കോഴ്സിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ കോഴ്സ് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഇത് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കോഴ്സുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം അതിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അതായത് അതിൽ എത്ര എക്സാംസ് ആണ് വരുന്നത്, എത്ര സബ്ജക്റ്റ് ആണുള്ളത്, നമുക്ക് എത്ര അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ട് നോക്കിയതിനു ശേഷം മാത്രം ആ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ നിങ്ങൾക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടും ഡിഫിക്കൽട്ട് ആയിട്ടും തോന്നാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ച് ഒരറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കോഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണയായി. ഇനി നമുക്കത് അപ്ലൈ ചെയ്യണം. ചിലര് സെൽഫായിട്ട് അപ്ലൈ ചെയ്യും, ചിലര് അക്ഷയ കഫേ പോലുള്ള ഏതെങ്കിലും കമ്മ്യൂണിറ്റി സെന്ററുകളെ ആശ്രയിക്കും ചെയ്യും. അപ്പൊ ഈ ടൈമില് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും ഒക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമില് നമ്മൾ നിലവിലുള്ള ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫോൺ നമ്പറോ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. മെയിൽ ഐഡിയുടെ കേസ് വരുമ്പോഴേ ചിലർ ആ സ്പോട്ടിൽ തന്നെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പിന്നൊരു ടൈം വരുമ്പോ നിങ്ങൾ ഈ മെയിൽ ഐഡിയും പാസ്വേഡും മറന്നു പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ആ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ കൊടുത്ത മെയിൽ ഐഡിയും പാസ്വേഡും, അതായത് നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡി ആണെങ്കിൽ അത് ഓർത്ത് വെക്കുക. അതല്ല നിങ്ങൾ നിങ്ങളുടെ പഴയ ഐഡി തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കഴിവതും കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതുവരെ നിങ്ങൾ ആ ഐഡി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യമാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി, അതായത് ABC ഐ ഡി. അപ്പൊ ഈ ABC ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലെവൽ കഴിഞ്ഞാല് നമ്മുടെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ABC ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, വെറും 5 മിനിറ്റ് മതിയാവും ABC ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാത്രം ആപ്ലിക്കേഷന്റെ ബാക്കി പ്രൊസീജിയറുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റീജിയണൽ സെന്റർ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്യുന്നതാണ്. ഈ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് റീജിയണൽ സെന്റർ ആണ്. നമ്മൾ റീജിയണൽ സെന്ററിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലെങ്കിലും നമ്മുടെ കോൺവൊക്കേഷൻ ഒക്കെ നടക്കുന്നത് റീജിയണൽ സെന്ററിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ അതും അടുത്തുള്ളത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വരുന്നത് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ 1 വർഷത്തേക്കുള്ള ഫീസ് നമ്മൾ അടച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ പേയ്മെന്റ് അടയ്ക്കുന്ന ടൈമില് ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പേയ്മെന്റ് ഡിലേ ആവുകയോ സ്റ്റക്ക് ആവുകയോ ചെയ്യാം. പക്ഷെ ആ ടൈമിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഇഗ്നോയില് നമുക്ക് തരുന്നുണ്ട്. അഥവാ ഇങ്ങനെ ഒരു റീസൺ വരുമ്പോ നിങ്ങൾ 2 വട്ടം പേയ്മെന്റ് ചെയ്തു തന്നിരുന്നാലും 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ അടച്ചതിൽ ഒരു പേയ്മെന്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോന്നിരിക്കട്ടെ. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട 2 ഡോക്യുമെന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ പേയ്മെന്റ് അടച്ച റെസിപ്റ്റ്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ഭാവിയിൽ എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാല് നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 2 വീക്കിനുള്ളില് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് ഉറപ്പാവുകയുള്ളൂ. ഇനി നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിലോ ഡോക്യുമെന്റ്സിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഫൈലില് ഡിസ്ക്രിപ്പൻസി എന്ന് കാണിക്കും. അപ്പൊ അത് കാരണവും കൺഫർമേഷൻ മെയിൽ വരാൻ ലേറ്റ് ആവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈലില് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ മെസ്സേജ് വരും, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ. സോ അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയെന്ന് പറഞ്ഞ് ഒരു മെയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാല് നിങ്ങളുടെ പ്രൊഫൈലില് നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ് അവൈലബിൾ ആവും. അപ്പൊ ഈ ID കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് എക്സാം എഴുതണമെങ്കിൽ ID കാർഡ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ടത്.